والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സ്നേഹാദരണീയനായ ബഹുമാനപ്പെട്ട ഉസ്താദ് മുഹമ്മദ് ഹനീഫ് ബദ്രി, ബഹുമാനനായ ഉസ്താദ് ഷമീർ വാഫി, ബഹുമാനായ MP മുഹമ്മദ് സഹീബ്, ബഹുമാനായ കെ ആരിഫ്, മറ്റു വേദിയിലും സദസ്സിലും സന്നിധരായിരിക്കുന്ന നല്ലവരായ സത്യവിശ്വാസികളെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ അല്ലാഹുവിന്റെ മഹത്തായ ഔദാര്യത്തോടെ നമ്മുടെ മമ്പ്രാണ പ്രദേശത്ത് നിർദ്ധരായ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയും നാടിനുടനീളം ദീനീ വിജ്ഞാന സദസ്സുകൾ സംഘടിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ 6 മാസങ്ങൾക്ക് മുമ്പ് അൽ അൻസാർ ചാരിറ്റബിൾ കൂട്ടായ്മ എന്നൊരു നാമവും നൽകി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന അൽ അൻസാർ ചാരിറ്റബിൾ കൂട്ടായ്മയുടെ ആദ്യത്തെ ഒരു മതവിജ്ഞാന വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ കൺമുന്നിൽ എത്രയോ ഇതുപോലെയുള്ള കൂട്ടായ്മകളും സംഘടനകളും നാളേക്കുനാൾ മുളച്ചു വരുന്ന ഒരു കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അത്ര തന്നെ വേഗത്തിൽ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കെട്ടണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ അൽ അൻസാർ ചാരിറ്റബിൾ കൂട്ടായ്മ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് അൽ അൻസാർ ചാരിറ്റബിൾ കൂട്ടായ്മക്ക് ഇതിന്റെ ലക്ഷ്യം നമ്മുടെ നാട്ടിലെ വേദന അനുഭവിക്കുന്ന നിർദ്ധരായ പാവങ്ങളെ സഹായിക്കുക, അതുപോലെ തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മതവിജ്ഞാന സദസ്സുകൾ, ഇതുപോലുള്ള സദസ്സുകൾ സംഘടിപ്പിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പാവങ്ങളെയും യതീമക്കളെയും സഹായിക്കുക, അതുപോലെ തന്നെ ദീനീ വിജ്ഞാന സദസ്സുകൾ സംഘടിപ്പിക്കുക എന്നീ 2 ഉദ്ദേശത്തോടെ രൂപീകരിച്ച സംഘടനയ്ക്ക് മറ്റു സംഘടനകളെ പോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പേര് പറഞ്ഞ് സംഘടനയെ വളർത്തേണ്ട ഒരു ഉദ്ദേശ ലക്ഷ്യമില്ലാത്തതിനാൽ ഈ 2 ലക്ഷ്യങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്ന ഞങ്ങൾക്ക് ആദ്യമായി ഈ സംരംഭത്തിന്റെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് ഗൾഫ് നാടുകളിലെ ബംബ്രാനയിലെ ഒരു കൂട്ടം യുവാക്കളുടെ കൂട്ടായ പ്രവർത്തനമാണ്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ വാട്സ്ആപ്പ് പോലെയുള്ള സംവിധാനം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് അനുകൂലമായി എങ്ങനെ ഉപയോഗിക്കാം എന്നതിന്റെ ഒരു തെളിവാണ് അൽ അൻസാർ ചാരിറ്റബിൾ കൂട്ടായ്മ. വാട്സപ്പിലൂടെ രൂപീകരിച്ച് യുവാക്കളായ നാട്ടിലെ വിവിധ മേഖലയിലുള്ള ആൾക്കാരൊക്കെ അവരുടെയൊക്കെ സഹായ സഹകരണത്താൽ കഴിഞ്ഞ 6 മാസത്തോളമായി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ഈ സംഘടനയ്ക്ക് ഇനി നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് മറ്റു സംഘടനകളെ പോലെ തന്നെ നമ്മുടെ ഈ സംഘടന അസ്തമിച്ചു പോവാതിരിക്കാൻ, കെട്ടണയാതിരിക്കാൻ, ഇത് നമ്മളുടെ ലക്ഷ്യം പൂർത്തിയാവാൻ ഞങ്ങൾക്ക് വേണ്ടത് ഈ നാട്ടിലെ കാരണവരായ യുവാക്കളായ എല്ലാവരുടെയും പ്രോത്സാഹനവും നിങ്ങളുടെ സഹായ സഹകരണവുമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഈ നാട്ടിന്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നാട്ടിന്റെ ഐക്യത്തിനും സമാധാനത്തിനും വളർച്ചയ്ക്ക് വേണ്ടി അൽ അൻസാർ ചാരിറ്റബിൾ കൂട്ടായ്മ ഈ നാട്ടിന്റെ തന്നെ കൂട്ടായ്മയായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണമെന്ന് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വേദികൾ ഇൻഷാ അല്ലാഹ് ഇതൊരു തുടക്കമാണ്. ഇനിയും ഇത്തരം നല്ല വേദികൾ അൽ അൻസാർ നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ ഒരുക്കും. അതിനൊക്കെ നിങ്ങളുടെ സഹകരണം വേണം. ഇന്ന് നമുക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിനും അതുപോലെ തന്നെ ലോകത്തിന് മുമ്പിൽ തന്നെ ഏറ്റവും ആവശ്യമുള്ളതായ ഒരു പ്രമേയമാണ് ഞങ്ങൾ ഇതിന്റെ വിഷയമായി എടുത്തിരിക്കുന്നത്. അതിന്റെ മനസ്സിന്റെ നന്മയാണ് മഹല്ലിന്റെ വളർച്ച. വളരെ സുപ്രധാനപ്പെട്ട ഒരു പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഷമീർ വാഫി അവർ നമ്മളോട് ഇവിടെ സുദീർഘമായി വിഷയത്തെ കുറിച്ച് സംസാരിക്കും. ഇൻഷാ അല്ലാഹ് സുദീർഘമായ ഒരു സ്വാഗത പ്രസംഗത്തിലേക്ക് ഞാൻ മുതിരുന്നില്ല. അതിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷ വഹിക്കുന്നത് അൽ അൻസാർ ചാരിറ്റബിൾ കൂട്ടായ്മയുടെ ചെയർമാൻ അന്തു ഉളപ്പാണ്. ആദ്യമായി ബഹുമാനിയായ ചെയർമാൻ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു.
ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കർമ്മം നിർവഹിക്കുന്ന ബഹുമാന്യായ നമ്മളുടെ ബംബ്രാണ മുദരിസ് മുഹമ്മദ് അനീഫ് ബദരി ഉസ്താദ് അവരുടെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമ്മളോട് മനസ്സിന്റെ നന്മയാണ് മഹലിന്റെ വളർച്ച എന്ന വിഷയത്തെ നമ്മളോട് വിശദീകരിച്ച് സംസാരിക്കുന്ന ബഹുമാനായ യുവാവാഗ്മിയും പണ്ഡിതനുമായ ബഹുമാനപ്പെട്ട ഷമീർ വാഫി അവരുടെ വളരെ ആദരവോടെ സ്നേഹത്തോടെ നമ്മുടെ നാടിന് ഈ മഹലിന് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനിയായ നമ്മുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് MP മുഹമ്മദ് സാഹിബ് അവരുടെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനായ MM ഇബ്രാഹിം സാഹിബ്, ബഹുമാനായ AK ആരിഫ് സാഹിബ്, മറ്റു വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനിയായ ഈ യോഗം കൺവീനർ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.